ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് കാരമൽ പുഡിംഗ് ആണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 3 മുട്ട, ചെറുതാണെങ്കിൽ 3, വലുതാണെങ്കിൽ 2 എണ്ണം, 1 കപ്പ് പഞ്ചസാര, പാല് 250 ml. ആദ്യം നമ്മൾ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെക്കും. നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര. വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. അതിനുശേഷം പാല് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഒരു ഏലക്ക അല്ലെങ്കിൽ വെനില എസൻസ് ഓപ്ഷണലാണ്. ഏലക്ക ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു ഫ്രൈ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ പഞ്ചസാരയെ ഫ്രൈ ചെയ്യുക. നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്യുക. ഇതുപോലെ നല്ല കാരമലൈസ് ആയിട്ട് വരുമ്പോഴേക്ക് ഒരു സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് എല്ലാ ഭാഗത്തിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇത് നല്ല കട്ടിയായതിന് ശേഷം ഇതിനെ അരച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ആവാത്തത് കൊണ്ട് മുട്ടൻ്റെ പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഹോൾഡർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. മിനിറ്റ്സ് ആവാറായി. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്കിൽ ഉപയോഗിച്ചിട്ട് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം ഇതിനെ 2 hours ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചിട്ട് എടുക്കാം.